രാമേശ്വരത്തെ രാമർ പാദം ടെമ്പിൾ എന്ന് പറഞ്ഞ് നല്ലൊരു ഹൈറ്റുള്ള ടെമ്പിൾ ഉണ്ട്. അതിൻ്റെ അവിടെ നിന്നുള്ളൊരു വ്യൂ ആണിത്. മൊത്തം രാമേശ്വരം നമുക്ക് കാണാൻ പറ്റും 360 ഡിഗ്രിയിൽ. രാമേശ്വരത്തെ മെയിൻ കോവിലുണ്ട്, അതിൻ്റെ ഗോപുരം ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം. അതുപോലെ ഇവിടെ നിന്ന് നോക്കിയാൽ ശ്രീലങ്ക കാണാൻ പറ്റില്ല, ബൈനോക്കുലർ വെച്ച് നോക്കിയാൽ ചിലപ്പം കാണാമായിരിക്കും. എന്നാലും അതും കാണാമെന്നാണ് പറയുന്നത്. നല്ല വ്യൂ ആണ്, വലിയൊരു ടവർ കാണാം. ഇവിടെയാണ് രാമർ പാദം ടെമ്പിൾ. ശ്രീരാമൻ്റെ പാദം പതിഞ്ഞ സ്ഥലം എന്നാണ് ഈ ഒരു ടെമ്പിളിൻ്റെ ഐതിഹ്യം. ഇതിവിടെ വന്ന് നിന്നതിൻ്റെ ആയിരിക്കും പതിഞ്ഞെന്ന് പറഞ്ഞല്ലേ. ഇവിടെ നിന്നാണോ ജഡായുവിനെ വെട്ടിയെന്ന് പറഞ്ഞു? എന്നിട്ട് അവിടെ നമ്മുടെ അവിടെ വന്ന അവിടെ വീണെന്ന് പറയുന്നത് അല്ലേ? അങ്ങോട്ടായിരിക്കും. അപ്പൊ ശ്രീലങ്ക അതായിരിക്കും, ആ കാണുന്നതായിരിക്കും. ബൈനാക്കുലർ വെച്ച് നോക്കിയാൽ ശ്രീലങ്ക കാണാന്നാ പറഞ്ഞു. ഇല്ല. ഡേ 3 അതാ ശ്രീലങ്ക അവിടെ ആകാൻ ചാൻസ് ഉണ്ട്. നോക്കാം. ഇത് രാമർ പാദം ടെമ്പിൾ. ഇനി നമ്മൾ പോകുന്നത് രാമതീർത്ഥം എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ രാമപാദത്തിലെത്തിയപ്പോൾ ഞാൻ കാണിച്ചു തരാം. അവിടെയാണ് രാമന്റെ കാൽപാദങ്ങൾ വച്ചിരിക്കുന്നത്. അപ്പം അങ്ങോട്ട് ക്യാമറ കയറ്റത്തില്ല. ശ്രീലങ്ക രാമന്റെ പാദം വച്ചിട്ടുണ്ട്. രാമന്റെ പാദം ഞങ്ങൾ കയറി കണ്ടു. പക്ഷെ നമുക്ക് അതിനുള്ളിൽ കയറാൻ പറ്റുന്നില്ല. ക്യാമറ നല്ല ഹൈറ്റാണ്. TV ടവർ ആണോ അത്? ഓ ശരി. ഓ ശരി. ഇവിടുന്ന് ദൂരെയായിട്ട് കാണുന്നതാണ് രാമേശ്വരം, നമ്മുടെ മെയിൻ അമ്പലത്തിന്റെ ഗോപുരം. ശ്രീലങ്ക മറ്റേ സൈഡല്ല, ഈ സൈഡാന്നാ പറയുന്നത്. ഈ സൈഡാണ് പോകുന്നത്. ഈ കട്ടലിന്റെ അപ്പുറമായിരിക്കണം. ചെയ്താലും ബൈനോക്കുലർ വഴി നോക്കിയാൽ കാണാമെന്നാ പറയുന്നത്. അറിയില്ല, ഈ സൈഡെന്നാ പറയുന്നത്. 5 മുഖമുള്ള ഹനുമാന്റെ രൂപം, പഞ്ചമുഖി ഹനുമാൻ രൂപമാണ് രാമേശ്വരത്തെ. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു രൂപം കാണുന്നത്. ഇത് ലക്ഷ്മണ തീർത്ഥം. ഇതൊരു ഹോളി തീർത്ഥമാണ് രാമേശ്വരത്തുള്ള. ലക്ഷ്മണ തീർത്ഥം എന്നാണ് പറയുന്നത്. ഇവിടെ നിന്ന് കാണാം. അത് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഇതാണ് ലക്ഷ്മണ തീർത്ഥം. ഇവിടെ ഒരു മണ്ഡപമുണ്ട്.
അതുപോലെ രാമതീർത്ഥം ഞങ്ങൾ കണ്ടിരുന്നു. അതുപോലെ തന്നെ ഒരു മണ്ഡപമുണ്ട്. രാമതീർത്ഥത്തിനോട് ചിലപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി, ഫോട്ടോസ് മാത്രമേ എടുത്തുള്ളൂ. ലക്ഷ്മണ തീർത്ഥം, ഇതിൻ്റെ അകത്തേക്ക് കയറി പോകാൻ ഒരു ലക്ഷ്മണ ടെമ്പിളൊക്കെ ഉണ്ട്. അതൊരു ബേസിക്കലി ഒരു കുളമാണ്. ഇത് മുങ്ങി കുളിച്ചാൽ പാപങ്ങൾ മാറുമെന്നാണ് വിശ്വാസം. പോകുന്നെങ്കിൽ ഉള്ളിലേക്ക് കയറി പോകണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ അമ്പലത്തിന് അതിലേക്കാണെന്ന് തോന്നുന്നു. ഇത് ലക്ഷ്മണ ടെമ്പിളാണ്. അറിയുന്നത് ലക്ഷ്മണേശ്വര ടെമ്പിൾ. അതിലേ പോയാൽ ആ തീർത്ഥം അങ്ങോട്ട് ഇറങ്ങി പോകാൻ പറ്റും തോന്നുന്നു. ഇതാണ് സംഭവം. ഞാൻ എന്തായാലും ഇറങ്ങി പോകുന്നില്ല, നല്ല വെയിൽ ചൂടാണ്. ബാക്കി ഇവിടെയുള്ള കാഴ്ചകളെല്ലാം കണ്ടു. ഇനി പതുക്കെ ധനുഷ്കോടിക്ക് പോകണം. ഇല്ല നമ്മൾ പോകുന്ന വഴിക്ക് ഒരു ഫോറസ്റ്റ് ഏരിയ, ഗൾഫ് ഓഫ് മാന്നാർ ഫോറസ്റ്റ് റേഞ്ച് എന്നാണ് പറഞ്ഞേക്കുന്നത്. ആ ഭാഗത്ത് ഇതൊക്കെ ഈ സൈഡിൽ കാണുന്നതൊക്കെയാണെന്ന് തോന്നുന്നു ഫോറസ്റ്റ്. ആ പോകുന്ന റൂട്ടിലാണ്. നമ്മളിപ്പോൾ ധനുഷ്കോടി പോകണം. അതിന് മുമ്പ് 1-2 സ്ഥലത്തോട്ട് പോയിട്ട് വേണം പോകാൻ. ആ വഴിയിൽ കാണുന്ന ഫോറസ്റ്റ്, ഇതുപോലത്തെ ഒരു ഫോറസ്റ്റ് ഞാൻ ആദ്യമായിട്ട് കാണാം. ഇങ്ങനെ കുഞ്ഞു മരങ്ങളൊക്കെ ആയിട്ട് നന്നായിട്ട് അടിയിൽ കൂടി കാണാൻ പറ്റും. പോകുന്ന വഴിക്കൊരു ഫോറസ്റ്റാണ്. തെളിഞ്ഞ ഫോറസ്റ്റ് കിട്ടും. അമ്മ വരെ കാണാവുന്ന ഫോറസ്റ്റ്. മരത്തിനടിയേക്കാൾ തെളിഞ്ഞു കിടക്കണം. കടലായതുകൊണ്ട് ആവുന്നു. മണ്ണൊക്കെ കടലിലെ മണ്ണല്ലേ, അതുപോലത്തെ മണ്ണാണ്. ആൾക്കാർ വെച്ച് പിടിപ്പിച്ച ചെടികൾ പോലെ ഇരിക്കുന്ന സൈസിലെ ഫോറസ്റ്റ്. ഇവിടെയൊക്കെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഇവിടെ ഇപ്പം ഞങ്ങൾ ജഡാതീർത്ഥത്തിലേക്ക് പോവാണ്. ശിവൻ ടെമ്പിളാണ് ജഡാതീർത്ഥം. അങ്ങോട്ടുള്ള വഴിയാണിത്. വഴി അതെ, യെസ്. ഇവിടെ നേരെ കിടക്കുന്ന വഴിയാന്ന് തോന്നുന്നു ധനുഷ്കോടിക്കുള്ളത്. അങ്ങോട്ടുള്ള വഴിയാണിത്. ഇന്ന് മൊത്തം രാമേശ്വരമാണ് കറങ്ങുന്നത്. കാടിന് അടുക്കാന്ന് തോന്നുന്നു കേട്ടോ ഈ ടെമ്പിള്. ജഡാതീർത്ഥം എന്നാണ് പറഞ്ഞത്. കാടിന് അടുക്കാണെന്ന് തോന്നുന്നു. കാടിന് നടുക്കൂടുള്ള വഴിയാണ്. ജഡാതീർത്ഥം പോണ വഴിക്ക് 2 കുതിരകൾ അവിടെ കിടന്ന് അടി ഉണ്ടാക്കുവാണ്. അകത്തേക്ക് കയറി പോയി. കാടാണ്. കാട് കുതിരയാണോ? കാട്ടിലെ കുതിരയാണോ? കാട്ടിലെ കുതിരയായിരിക്കും. കാട് കുതിരയായിരിക്കും. കയറി പോയി. രണ്ടുപേരും വളർത്തണതായിരിക്കും. കാട്ടിലെ കുതിരയത്. ഇവിടെ വളർത്തണ കുതിര ചുമ്മാ നടക്കുവോ? ഇതിപ്പോ നമ്മള് ഇങ്ങോട്ട് കേറി കഴിഞ്ഞപ്പോ ഈ സ്ഥലത്തിന്റെ പേരെന്നാ ജഡാതീർത്ഥം. ജഡാതീർത്ഥം എന്ന് പറഞ്ഞൊരു ഫോറസ്റ്റിന്റെ അകത്തോടെ ഒരു വഴിയാണ് കാണിക്കുന്നേ. അമ്പലമാണല്ലേ. എന്താണേലും നോക്കാം. മൊത്തം ഫോറസ്റ്റ് ആണ്. നല്ല രസമുണ്ട് കാണാൻ. നല്ല രസമുള്ളൊരു വഴി. രണ്ട് സൈഡും കണ്ട സൈഡില് കംപ്ലീറ്റ് വനങ്ങളല്ലേ. ഇത് ശിവന്റെ അമ്പലമാണെന്നാണ് ഗൂഗിൾ ചേച്ചി പറഞ്ഞത് കേട്ടോ. ശിവന്റെ അമ്പലമാണ്. ശിവന്റെ അമ്പലം. ഇത് ഇപ്പൊ ക്ലോസ്ഡ് ആണെന്ന് കാണിക്കുന്നു. ജഡാതീർത്ഥ ശിവന്റെ ഓപ്പൺ 4 മണിക്ക് ഓപ്പൺ ചെയ്തുള്ളൂ. അതെ, 4 മണിക്ക് ഓപ്പൺ ചെയ്തുള്ളൂ. ക്ലോസ്ഡ് ആണെന്ന് കാണിക്കുന്നു. നോക്കാം. അതെ അതെ അതെ, 4 മണിക്ക് തുറക്കുന്നു. ക്ലോസ്ഡ് ആണെന്ന് കാണിക്കുന്നുണ്ട്. നല്ല രസമുള്ള ഒരു വഴി. ഇങ്ങനെ ഈ സമയം ഉണ്ടാവൂല. ഉച്ചപൂജ കാണിച്ചു കാണാം. ഇനി വൈകുന്നേരം ആയിരിക്കും പൂജയ്ക്ക് തുറക്കുന്നത്. പൂജ ഇവിടെയുള്ള അമ്പലങ്ങളെല്ലാം പൂജയുള്ളതാണ്. ഇവിടെ ആളൊന്നും കാണുന്നത്. ഈ വഴിക്ക് ആളൊന്നും നടന്നുണ്ട്. കാണുന്നതാണ് അമ്പലം അല്ലേ. കാണുന്നതാണ് അമ്പലം. നടന്നു നോക്കാം അല്ലേ. എന്താണേലും നല്ല രസമുണ്ട്. ഫുൾ സാൻഡ് ആണല്ലോ. ഇതിങ്ങനെ അടച്ചു കിടക്കുക എന്നാണ് പറഞ്ഞത്. എന്താണേലും ഒന്ന് നോക്കാമെന്നോർത്ത് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുക.
ബീച്ചായോണ്ട് എന്നാവേ ബീച്ചായോണ്ട് നടക്കുമ്പോൾ കുഴിഞ്ഞു പോവാണോ? എന്നാൽ നടക്ക് നോക്കാം. നടക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് രണ്ടുപേർക്കും? അപ്പുറത്തെ സൈഡ് ഫുൾ കാടാ, നോക്കി അങ്ങോട്ട് നോക്കി, ഉണ്ടോ ഫുൾ കാടാ. നമ്മൾ വണ്ടി അങ്ങ് കിടക്കുന്നു. നല്ല രസമാണല്ലോ, ഒരു നല്ല തണൽ മരം. ഇത് അതിൻ്റെ അടിയിൽ പോയിക്കോ പ്രേക. അതുണ്ട് ഒരു തണൽ മരം ഉണ്ട്, ഓടിപ്പോയി അതിൻ്റെ അടിയിൽ കയറി നിന്നു, അപ്പം തണൽ കിട്ടും. ബീച്ചിൽ കൂടെ ഓടി പഠിക്കണം. വേണ്ട അങ്ങനെ ചെരുപ്പിട്ടോ, അല്ലേ കാല് പൊള്ളും, ഭയങ്കര ചൂടായിരിക്കും. ഓ ഇതെല്ലാം മരമൊക്കെ വീണ് കിടക്കുക മൊത്തം. നല്ല സുഖമല്ലേ, എന്തൊരു വ്യത്യാസം ഇത്രയായത് കയറിയപ്പോഴത്തേക്ക്. അത് കയ്യിലെടുക്കല്ലേ, ചെരുപ്പിട്ടെ ബാബാ. നല്ല രസമുള്ളൊരു സ്ഥലം, ഒരു കാടാണ്. പക്ഷേ അതിൻ്റെ കൂടെ ഇത് ഐലൻഡ് ആകുന്നതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ സാൻഡും ഉള്ള അതേപോലെ തന്നെ കാടും വരുന്നത്. ഓ ഇതാണ് ഇവിടുത്തേത്. ഇതാണ് ഇവിടുത്തെ സംഭവം. ഇപ്പം ഗൂഗിളിൽ നോക്കിയപ്പം നമ്മൾ കണ്ട എന്താന്ന് പറഞ്ഞാൽ രാമൻ അല്ലേ, രാമൻ മറ്റേ നമ്മുടെ ആരെ കൊന്നു കഴിഞ്ഞപ്പോഴായിരുന്നു, രാവണനെ കൊന്നു കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ടാണ് ബ്ലഡും ഇതെല്ലാം കഴുകിക്കളഞ്ഞ് ഈ തീർത്ഥത്തിലാണെന്നാണ് നമ്മളിങ്ങനെ വായിച്ചത്. അപ്പോൾ അതാണ് സംഭവം. ഒരു ചെറിയ അമ്പലം പോലെ ഉണ്ട്. ഇതെന്താ ഇവിടുത്തേത്? ഓ സീതയെ കൂട്ടിയിട്ട് വന്ന സമയത്ത് ഓ രഥത്തെ മൊത്തം சுத்தம் பண்ண സ്ഥലமா இது? ஓ இங்கே இருந்து சிவலிங்கம் எங்கே போனார்? சிவலிங்கம் எங்கே ராமேஸ்வரத்தில் சிவலிங்கத்தில் போய் அது பிறகு தான் ஐயாத போனார். ஓ ஆஹா இது ஜடாபித்தம் தோஷத்தை கழிக்கக்கூடியது. ஓஹோ அங்கே ஒரு தீர்த்தம் இருக்குது, சர்வரோக நிவாரணம். ஏங்க அதுவா? ஓ அதில் குளிச்சேன்னா ரோகம் எல்லாம் போகுமா? ஓ அப்படியா, வியாதி எல்லாம் போகுமா மொத்தமா? தோஷத்தை கழிக்கக்கூடியது. தீர்த்தம் எடுத்து வச்சிருக்கு. இதை சுற்றி ஃபாரஸ்ட்டு. கிடையாது, கரண்ட் கிடையாது, ஒன்றுமே இல்லை. யாராவது ஒருத்தர் முடியாது வருவாங்க. அப்படியா? ഓ அப்படியா? ഓ ശരി. ശരിക്കും പറഞ്ഞാൽ രാമേശ്വരം ഒക്കെ പറഞ്ഞാലൊരു ഹിസ്റ്റോറിക്കൽ പ്ലേസാണ് കൂടുതലും. എന്താണെന്ന് പറഞ്ഞാൽ രാമനും സീതയുടെയും വനവാസ സമയത്ത് അവരിവിടെ വന്നു. ഇവിടുന്ന് സീതേനെ തട്ടിക്കൊണ്ട് ശ്രീലങ്കയ്ക്ക് പോയി. അപ്പം ആ സമയങ്ങളിൽ നടന്ന സംഭവങ്ങളൊക്കെയാണ് ഇവിടം ഫുള്ളായിട്ട് ഡെപ്പിക്റ്റ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലൊരു നല്ല സ്ഥലം. ഇതൊരു ഐലൻഡാണ് രാമേശ്വരം.
നമ്മളിപ്പം കടന്നു വന്ന പാമ്പൻ പാലമാണ് ഈ ഒരു അത് ഇന്ത്യയിലെ തന്നെ ഫസ്റ്റ് പാലമാണ് പാമ്പൻ പാലം. 2.2 കിലോമീറ്റേഴ്സ്. അതാണ് ഈ രാമേശ്വരം എന്ന് പറഞ്ഞ ഐലൻഡുമായിട്ട് കണക്ഷൻ, നമ്മുടെ ഇന്ത്യയുടെ സൈഡുമായിട്ട്. പിന്നെ മറ്റേ തീർത്ഥം, അതായത് വ്യാധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും രോഗങ്ങളോ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് പോയി അവിടെ ചെയ്താൽ നല്ലതാണെന്നാണ് പുള്ളി പറഞ്ഞത്. ചേട്ടനെ പറ്റിക്കാൻ നീ എൻ്റെ തൊളിഞ്ഞു നിൽക്കുകയാണോ? കാടില്ലാത്ത തൊളിഞ്ഞു നിൽക്കുകയാണോ? അപ്പം ഞങ്ങൾ ഇതെല്ലാം കണ്ട് ഇവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് കാറിൻ്റെ അടുത്ത് എത്തുവാണ്. നല്ലൊരു പോക്കുണ്ട്, ഉച്ചയായതുകൊണ്ട് നല്ല ചൂടുമാണ്. ഇപ്പോൾ ഈ വന്ന ജടാതീർത്ഥം എന്ന് പറഞ്ഞാൽ രാവണനെ വധിച്ച് സീതാദേവിയെ രക്ഷിച്ചുകൊണ്ട് വന്ന രാവണൻ ബ്രാഹ്മണനായിരുന്നു. അപ്പോൾ ബ്രഹ്മഹത്യാപാപം തീരുന്നതിന് വേണ്ടി ഇവിടെ വന്ന് കുളിച്ച് പ്രാർത്ഥിച്ച ഒരു സ്ഥലമാണ് ഈ ജടാതീർത്ഥം എന്ന് പറഞ്ഞാൽ. അവിടെ വന്ന് കുളിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ശ്രീരാമൻ രാമേശ്വരത്ത് വന്ന് ശിവലിംഗം ഉണ്ടാക്കി പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിച്ച് തിരിച്ച് അയോധ്യയ്ക്ക് പോയി എന്നാണ് സങ്കല്പം. ആ കുളിച്ച് പ്രാർത്ഥിച്ച സ്ഥലമാണ് ജടാതീർത്ഥം. അതിനുശേഷം രാമേശ്വരത്ത് വന്ന് രാമന്റെ പാപങ്ങൾ മാറാൻ വേണ്ടി കുളിച്ച് ആ കടലിൽ കുളിച്ച് അവിടെ ഒരു സാൻഡ് കൊണ്ടൊരു ശിവലിംഗം ഉണ്ടാക്കി പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. പ്രാർത്ഥിച്ചിട്ടാണ് തിരിച്ച് അയോധ്യയിലേക്ക് പോയത്. അതിന് കൂടെ വേറൊരു ഐതിഹ്യം കൂടി ഉള്ളത്, പാപം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു ശിവലിംഗം കൈലാസത്തിൽ നിന്ന് കൊണ്ടുവരാൻ ഹനുമാനോട് ആവശ്യപ്പെട്ടു ശ്രീരാമൻ. അപ്പോൾ കൈലാസത്തിലേക്ക് ഹനുമാൻ പോവുകയും ചെയ്തു. പോയി വരാൻ ലേറ്റ് ആയ സമയത്ത് ഈ റിച്വൽസിനൊക്കെ സമയമുണ്ടല്ലോ, ഒരു മുഹൂർത്തം ഉണ്ടല്ലോ, മുഹൂർത്തം തീർന്നതിന് മുമ്പ് ഹനുമാൻ എത്തിച്ചേരാൻ പറ്റിയില്ല. സോ രാമനും സീതാദേവിയും കൂടി സാൻഡ് കൊണ്ട്, കടൽ തീരമാണല്ലോ, സാൻഡ് കൊണ്ടൊരു ശിവലിംഗം ഉണ്ടാക്കി അവിടെ പ്രാർത്ഥിച്ച് റിച്വൽസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തു. അപ്പോഴാണ് ഹനുമാൻ കൈലാസത്തിൽ നിന്ന് ശിവലിംഗമായിട്ട് വരുന്നത്. അപ്പോൾ ഹനുമാൻ്റെ ഇതെല്ലാം കഴിഞ്ഞു വന്നപ്പോൾ ഹനുമാൻ ദേഷ്യം വന്നു സ്വാഭാവികമായിട്ടും. അപ്പോൾ ഹനുമാൻ പറഞ്ഞു, ഞാൻ കൈലാസത്തിൽ നിന്ന് കൊണ്ടുവന്ന ശിവലിംഗം കൊണ്ട് പൂജ ചെയ്യാൻ ആവശ്യപ്പെട്ട് ഈ മണൽ കൊണ്ടുണ്ടാക്കിയ, സാൻഡ് കൊണ്ടുണ്ടാക്കിയ ശിവലിംഗം പിഴുതെറിയാൻ വേണ്ടിയിട്ട് വാല് കൊണ്ട് പിഴുതെറിയാൻ ശ്രമിച്ചു. പക്ഷെ ശിവലിംഗം പിഴുതു വന്നില്ല. ഹനുമാന്റെ വാല് താഴെ വീണു, ഹനുമാനും വീണു. ആ പോയി വീണ സ്ഥലത്ത് അവിടെയാണ് ഹനുമാൻ തീർത്ഥം എന്ന് പറഞ്ഞ ഇവിടെ ഒരു ക്ഷേത്രവും ഒരു കുളവും ഒക്കെ ഇവിടെ രാമേശ്വരത്ത് തന്നെയുണ്ട്. അതാണ് ഇവിടുത്തെ ഐതിഹ്യം. അങ്ങനെ ചെയ്ത പാപം, രാവണനെ കൊന്ന പാപം തീർക്കാൻ വേണ്ടി ശ്രീരാമൻ വന്ന് സ്ഥാപിച്ചതാണ് ഇവിടുത്തെ രാമേശ്വരത്തെ ക്ഷേത്രവും. പ്രാർത്ഥിച്ച സ്ഥലമാണ് രാമേശ്വരം. അതാണ് ഇവിടുത്തെ ഒരു സ്പിരിച്വൽ പ്രാധാന്യം. അതുകൊണ്ട് തന്നെ ആളുകളുടെ പാപം മാറാൻ വേണ്ടി ഇവിടെ വന്ന് രാമേശ്വരത്ത് വന്ന് ഇവിടുത്തെ കടലിൽ അഗ്നിതീർത്ഥം എന്നാണ് പറയുന്നത്, വന്ന് കുളിച്ച് രാമേശ്വരം ടെമ്പിളിനുള്ളിൽ 22 പറ്റാത്ത കിണറുണ്ട്. ആ കിണറിലെ വെള്ളങ്ങൾ ഓരോ കിണറ്റിൽ നിന്നുള്ള വെള്ളം കോരി തലവഴി ഒഴിച്ച് ഒരു റിച്വലാണത്, 22 തീർത്ഥം എന്ന് പറഞ്ഞിട്ട് അവിടെ വന്ന് കുളിച്ച് പ്രാർത്ഥിച്ചാൽ നമ്മൾ ചെയ്യുന്ന പാപങ്ങൾ മാറും എന്നാണ് ഇവിടുത്തെ വിശ്വാസം. അതാണ് രാമേശ്വരത്തിൻ്റെ ഒരു സ്പിരിച്വൽ പ്രാധാന്യം, അത് തന്നെയാണ്. അത് മാത്രമല്ല കടലിനാൽ ചുറ്റപ്പെട്ട സ്ഥലമാണ്. ഇങ്ങനെ ഒരുപാട് ഹിസ്റ്റോറിക്കൽ ആൻഡ് സ്പിരിച്വൽ റിലീജിയസ് അങ്ങനെയുള്ള ഒരുപാട് പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ്. അതിലൊരു പ്രാധാന്യപ്പെട്ട സ്ഥലം തന്നെയാണ് ഈ ജടാതീർത്ഥം എന്നുള്ള സ്ഥലം. അവിടെയാണ് ഇപ്പോൾ നമ്മൾ വന്നത്. പക്ഷെ അമ്പലം അടച്ചേക്കുമായിരുന്നു, 4 മണിക്ക് തുറക്കത്തുള്ളൂ വീണ്ടും. ഒരു ഐലൻഡ് ആണ്, പക്ഷെ എന്ത് രസമാണെന്ന് നോക്കിയാൽ മൊത്തം കാടായിട്ട് കാടാണ് ഫുള്ള്. ഇവിടെ അതുപോലെ തന്നെ രാമൻ കുളിച്ച കുളം രാമതീർത്ഥം ഉണ്ട്, സീതാദേവി കുളിച്ച കുളം എന്ന് പറഞ്ഞാൽ സീതാതീർത്ഥം, അങ്ങനെ ലക്ഷ്മൺ തീർത്ഥം, അങ്ങനെ ഒരുപാട്. ഞാൻ ലക്ഷ്മൺ തീർത്ഥം ഓൾറെഡി ഞാൻ വീഡിയോ എടുത്തായിരുന്നു. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. സോ നമ്മുടെ ഈ ഒരു ഹിന്ദു മിഥോളജി പ്രകാരമുള്ള സങ്കല്പത്തിൽ അയോധ്യയിൽ നിന്നുള്ള രാമൻ വനവാസത്തിലൂടെ വന്നതും ഇവിടെ നിന്ന് സീതാദേവിയെ രാവണൻ തട്ടിക്കൊണ്ട് പോകുന്നു അങ്ങനെയുള്ള കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അതുമായിട്ട് അതെ, എന്നിട്ട് രാവണനെ പോയി കൊന്നു. ആ സമയത്ത് ജടായു തടയാൻ ചെന്നപ്പം ജടായുവിന്റെ ഒരു ചാലരിഞ്ഞു, അത് വന്ന് വീണതാണ് നമ്മുടെ കേരളത്തിലെ ജടായുപ്പാറ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഈ ഒരു കഥയുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളാണ്. അങ്ങനെ തിരിച്ച് കൊന്ന പാപം തീർക്കാൻ വന്നതാണ് ഇവിടെ. അങ്ങനെ ഒരു വളരെ പ്രാധാന്യപ്പെട്ട സ്ഥലമാണ് രാമേശ്വരം. അതിനെല്ലാം ഉപരിയായിട്ടുള്ളൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബീച്ചും വളരെ നല്ലൊരു സ്ഥലവും എല്ലാം ഇവിടെ ഉണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രാധാന്യം. ഞങ്ങളിപ്പോൾ തിരിച്ച് ജടാതീർത്ഥത്തിൽ നിന്ന് ഞങ്ങൾ തിരിച്ച് ഇറങ്ങുകയാണ്. ഞങ്ങൾ അങ്ങനെ ജടാതീർത്ഥത്തിൽ നിന്ന് പുറത്ത് മെയിൻ റോഡിലേക്ക് ഇറങ്ങുവാണ്. ഇറങ്ങിയിട്ട് ഇനി ഇവിടെ അധികം കാര്യമായിട്ടൊന്നും നമ്മൾ രാവിലെ തൊട്ടേ നമ്മൾ ഇങ്ങനെ ക്ഷേത്രദർശനം കാര്യങ്ങളാണ്. കാര്യമായിട്ടൊന്നും ഇവിടെ വലിയ കാണാനില്ല. ഇനി ഞങ്ങൾ പതിയെ ധനുഷ്കോടിക്ക് വിടുകയാണ്. ധനുഷ്കോടി പോയി ലഞ്ച് കഴിച്ചിട്ടില്ല, ലഞ്ച് കഴിച്ചിട്ട് വേണം പോയി അവിടെ വൈകുന്നേരം അവിടുത്തെ ബീച്ചൊക്കെ ഒന്ന് എൻജോയ് ചെയ്ത് തിരിച്ച് നമുക്ക് തഞ്ചാവൂരാണ് അടുത്ത ഡെസ്റ്റിനേഷൻ, അങ്ങോട്ട് പോകണം. ഇനിയിപ്പോൾ ധനുഷ്കോടിയിലേക്കുള്ള യാത്രയിലായിരിക്കും. അതിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം.
നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് ഈ ധനുഷ്കോടി പോകുന്ന വഴിക്ക് നമ്മളൊരു കോദണ്ഡരാമർ ടെമ്പിൾ കണ്ടു. അവിടേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അത് എന്താണെന്ന് വെച്ചാൽ രാവണനെ കൊന്നതിന് ശേഷം ലങ്കയിലെ രാജാവായിരുന്നല്ലോ രാവണൻ. അതിനുശേഷം രാവണന്റെ തന്നെ ബ്രദറായിട്ടുള്ള വിഭീഷണനെ രാജാവായിട്ട് അഭിഷേകം ചെയ്തു, പട്ടാഭിഷേകം ചെയ്തു ശ്രീരാമൻ. അപ്പൊ അങ്ങനെ വിഭീഷണനെ പട്ടാഭിഷേകം ചെയ്ത സ്ഥലമാണ് ഈ കോദണ്ഡരാമർ ടെമ്പിൾ. ഇപ്പോൾ അത് അതിന്റെ പ്രത്യേകത വെച്ചാൽ രണ്ട് സൈഡിൽ എന്താ കടലാണ്, കടലിന്റെ നടുക്കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കടലിന്റെ നടുക്കൂടി റോഡ് വളരെ അതിന്റെ എൻഡിലാണ് ആ ടെമ്പിൾ. നല്ല ഭംഗിയുള്ള നല്ല ബ്യൂട്ടിഫുൾ സ്ഥലം. നമ്മൾ കടലിന്റെ നടുക്കൂടി പോകുന്ന നല്ല എന്തൊരു ഭയങ്കര പ്രത്യേക ഫീലാണ് കേട്ടോ. രണ്ട് സൈഡിൽ മൊത്തം വെള്ളം നടുക്കൂടി പോവാണ്. ആ ടെമ്പിൾ കണ്ടപ്പോൾ ഞങ്ങൾ അങ്ങോട്ടുകൂടി കയറുകയാണ്. അപ്പോൾ അവിടേക്കാണ് പോകുന്നത്. അത് ആക്ച്വലി ഒരു ഹിസ്റ്റോറിക്കൽ പ്രാധാന്യമുള്ള സ്ഥലമാണല്ലോ. ശ്രീരാമനായിട്ട് പട്ടാഭിഷേകം നടത്തിയതാണ് ഇവിടെ. ആ ഒരു സ്ഥലമാണിത്, വിഭീഷണനെ രാജാവാക്കിയ സ്ഥലം, കോദണ്ഡരാമർ ടെമ്പിൾ. ഈ കോദണ്ഡരാമർ ടെമ്പിളിന്റെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഫുള്ള് കടലാണ്, 3 ചുറ്റും കടലാണ്. ഇവിടെ മൊത്തം തിരക്കാ. നമ്മളിങ്ങനെ കാണുവാണെങ്കിൽ നോക്ക്, ഇങ്ങനെ കാണിക്കാം. നല്ല ഫുള്ള് കടലാണ് കണ്ടോ, കംപ്ലീറ്റ് കടല്, വെള്ള സാൻഡ് ഇടയ്ക്ക് കൂടി കാണാം. അതാ ബീച്ച്, ഫുള്ള് കംപ്ലീറ്റ് കടലാണ്. വാവ്, നല്ല ഭംഗിയാ, നല്ല തിരക്കാ. ഇവിടെ മൊത്തം ഒരുപാട് വണ്ടികളാണ്. ഇവിടെ റിവേഴ്സ് എടുത്ത് തിരിച്ചു പോയാലേ പറ്റുള്ളൂ, അല്ലാതെ ഇവിടെ മുകളിലാണ് ടെമ്പിൾ. മുകളിൽ എന്ന് പറഞ്ഞാൽ 2 സ്റ്റെപ്പ് വരെ അപ്പുറത്ത്. ഞാൻ ടെമ്പിളിലേക്ക് ഇപ്പോൾ നടക്കുക. അങ്ങോട്ട് ഫോണും ക്യാമറയും ഒന്നും കേട്ടത്തില്ല, ഇവിടെ നിന്ന് ഇങ്ങനെ കാണാനേ പറ്റുള്ളൂ. ആ കാണുന്ന സ്റ്റെപ്പ് കയറി പോകുന്നതാണ് ടെമ്പിൾ. അതിന്റെ മുകളിലാണ് ടെമ്പിൾ. നല്ല രസമാണ്. കടലിലിരിക്കുന്ന ഒരു ടെമ്പിൾ, കടലിന്റെ നടുക്കായിട്ട് തോന്നും. എല്ലാ സൈഡിലും വെള്ളം, ഇങ്ങോട്ട് മാത്രം കുറച്ച് റോഡ് വെച്ച് ടെമ്പിള്. അത് ഓൾറെഡി അവിടെ എഴുതിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഹോളി പ്ലേസ് ഓഫ് ലോർഡ് രാമ കണ്ടക്ടഡ് പട്ടാഭിഷേകം ഓഫ് വിഭീഷണർ ബ്രദർ ഓഫ് കിങ് രാവണ ആഫ്റ്റർ ദ ബാറ്റിൽ അഗെയിൻസ്റ്റ് രാവണ. അതെ, ഇതാണ് കോദണ്ഡരാമർ ടെമ്പിളിന്റെ സിഗ്നിഫിക്കൻസ്. ഇതിലെയാണ് കയറേണ്ടത്. ഈ കാണുന്നതാണ് ടെമ്പിള്, അരുൾമുഖ് കോദണ്ഡരാമർ സ്വാമി ടെമ്പിൾ, രാമേശ്വരം. ചുറ്റും കടലാണ്. ആ സൈഡിൽ നിന്ന് നമുക്ക് കടൽ കാണാം. ഇങ്ങോട്ട് വരുന്ന ഈ ഒരു വഴി മാത്രം ഉണ്ടോ, 2 സൈഡിലത്തെ കടലിൽ നമ്മൾ വന്ന വഴിയാണ് ആ വണ്ടികളൊക്കെ പോകുന്നത് കേട്ടോ. ചുറ്റി കടലിന്റെ നടുക്കിരിക്കുന്ന ഒരു അമ്പലം. എങ്ങനെയാണോ പണ്ട് കാലത്ത് ഇതൊക്കെ പണിത് വെച്ചത്, അതാണ് അറിയാൻ മേലാത്തത്. കംപ്ലീറ്റ് എല്ലാ സൈഡും കടല്. അങ്ങോട്ട് നോക്കി ആ സൈഡിലും കടല്. അതാണ് ടെമ്പിള്. അങ്ങോട്ട് കേറത്തില്ല ക്യാമറ, ഇവിടെ നിന്ന് എടുക്കാൻ പറ്റുമോ നോക്കട്ടെ. പണ്ടത്തെ കല്ലും സ്തൂപങ്ങളും സംഭവങ്ങളൊക്കെയാണ് ഇവിടെ. പണ്ടത്തെ ടെമ്പിള്. അതിൻ്റെ ഉള്ളിലേക്ക് ക്യാമറ കയറ്റൂല. ഞങ്ങളിപ്പോൾ ഇങ്ങനെ ധനുഷ്കോടി ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നു. 2 സൈഡിലും കടലാണ്. അപ്പം ഞങ്ങളിങ്ങനെ വന്നപ്പോൾ ഇത് ഒരു ഹോറ് കിടക്കുന്നുണ്ട്. അപ്പം ഒന്ന് നിർത്തി. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഹോറ് ഒറിജിനൽ ഒരെണ്ണം കാണുന്നത്. പടത്തിലൊക്കെ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇത് ആദ്യമായിട്ടാണ് അത് കാണുന്നത്. ലെഫ്റ്റ് സൈഡിലെ സീ നല്ല ശാന്തമായിട്ടുള്ളതാണ്, വലിയ ബഹളമൊന്നുമില്ല. നോക്കിയാൽ നല്ല ശാന്തമായിട്ടുള്ള കടലാണ്. അവിടെ പക്ഷേ വെള്ളത്തിലൊക്കെ എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. നോക്കിയാൽ നല്ല ഡീപ്പായിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അവിടെയെല്ലാം നന്നായി ഡീപ്പായിട്ട് എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ റൈറ്റ് സൈഡിൽ ഇത് കണ്ടോ, ഇതുണ്ട് ഞങ്ങളുടെ തൊട്ടപ്പുറത്ത് ഇതുണ്ട്. വന്ന് അടിച്ച് കയറുന്നുണ്ടോ റോട്ടിലോട്ട്. ഭയങ്കര ഈ സൈഡ് ഭയങ്കര എന്നാ പറയുന്നത്, ഭയങ്കര സ്ട്രോങ് കറണ്ട് ആണ്, പ്രക്ഷുബ്ധമായിട്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇത് ഇന്ത്യൻ ഓഷൻ ആയിരിക്കും, അത് ബേ ഓഫ് ബംഗാളും ആയിരിക്കും അല്ലേ ലെഫ്റ്റ് സൈഡില്. ഇത് ഇന്ത്യൻ ഓഷൻ ആണ്. ഇതുണ്ട് എന്നാ റഫ് സീയാന്ന് നോക്കി റൈറ്റ് സൈഡില്.
ഇതേ കണ്ടോ കണ്ടോ അട്ടിച്ച് കയറുന്ന കണ്ടോ അവിടെ ഇപ്പോൾ തിരമാല. ബോട്ടിങ് കാണുമായിരിക്കും, 100% കാണും. ഫിഷർമാൻ്റെ ബോട്ടായിരിക്കും ഇവിടെ. അത് ഫിഷർമാൻ എങ്ങനെയാ ഒരേ ഇതിന്റെ ഒരു 2 സൈഡും അല്ലേ? രണ്ട് കടല അതിന്റെ ജോയിൻ ചെയ്യുന്ന സ്ഥലമാണ് ധനുഷ്കോടി. ഇന്ത്യൻ ഓഷനും ബേ ഓഫ് ബംഗാളും ഒന്ന് ജോയിൻ ചെയ്യുന്നതാണ്. അതിന്റെ മീറ്റിംഗ് പോയിന്റ് ആണ് ഇവിടെ കാണാം നമുക്ക്. മൊത്തം ഫിഷർമാൻസ് ആണല്ലോ. കാണുമ്പോൾ തന്നെ അറിയാലോ, രണ്ട് ടൈപ്പ് ഓഫ് കടലാണ്, കളറാണ്. ഇത് ശരിക്കും ഒരു ഗ്രീനിഷ് കളർ, ഇതൊരു ബ്ലൂയിഷ് കളർ അല്ലേ വെള്ളം. അതെ, ഇത് കുറച്ചുകൂടെ ഗ്രീനിഷ് ആയിട്ടാവുന്നു. റൈറ്റ് സൈഡില് ഇത് കുറച്ചുകൂടെ ഒരു അതൊന്ന് കാണിച്ചു. അതൊന്ന് ഈ സൈഡിലത്തെ ഫുൾ വണ്ടികളാണ്. കുറച്ചുകൂടെ ബ്ലൂയിഷ് അല്ലേ? കുറച്ചും കൂടി ഒരു ബ്ലാക്ക് കലർന്ന ബ്ലൂ ആണ് കുറച്ചുകൂടെ. കുറച്ചും കൂടി ബ്ലാക്ക് കലർന്ന ബ്ലൂ കളർ. അത് എനിക്ക് തോന്നുന്ന പയ്യെ ഇങ്ങനെ വലിയ അനക്കമില്ലാത്തോണ്ടായിരിക്കും അതിന്റെ ആ കളർ അങ്ങനെ തോന്നുന്നത്. ഇത് ഇത്രയും റഫ് ആയതുകൊണ്ടായിരിക്കും. ഇതുണ്ട് അടിച്ചു കയറുന്നുണ്ടോ? ഇതുണ്ടോ റൈറ്റിലോട്ട് നോക്കി. ഇവിടെ ഇപ്പൊ അടിച്ചു കയറിയ ഒരു കയറ്റം കണ്ടായിരുന്നു. അവിടെ നന്നായിട്ട് ഇറങ്ങാം കേട്ടോ. ആ പിള്ളേർക്ക് ഇറങ്ങണോടാ, നമ്മുടെ എല്ലാം ഉണ്ട്. എന്നാ ഇറങ്ങാം. രണ്ട് കടൽ വന്ന് കയറുന്ന എന്താണ്. ഇതാണ് ധനുഷ്കോടി ബീച്ച്. ഇവിടെ ഇറങ്ങാനാണ് എല്ലാവരും. നമുക്ക് ഇറങ്ങാം വേണമെങ്കിൽ വരുമ്പോ. സെയിം ഇത് 2 സൈഡിൽ നിന്ന് കാണിക്കും. ആ സൈഡ് ശാന്തമായിട്ട്, ഈ സൈഡിൽ നിന്ന് കാണിച്ച്. ഈ സൈഡ് റഫ്. കുറച്ചു മുന്നേ ഇങ്ങനെ വരെ വെള്ളം കയറി വന്നത്. അവിടുന്ന് അറ്റ ദൂരേന്ന് കാണിച്ച് അവിടെ തൊട്ടേ അടിച്ചാ വരുന്നത് വരാ. അതെ, ഫുൾ വെളുത്ത് നിൽക്കുന്നത് കടലിൽ നോക്കി. ഭയങ്കര റഫാണ്. ഈ വണ്ടികൾ ഇടയ്ക്കൂടെ പോകുന്നതാണ് ഭയങ്കര ഇത്. നമ്മുടെ വണ്ടി വരെ വെള്ളം വന്ന് തെറിച്ച് കേട്ടോ. ശരിക്കും ആനയുടെ വലുപോലെ തന്നെ. ധനുഷ്കോടി പോകുന്ന വഴിക്ക് ഒരു കട കണ്ടപ്പോ ഞങ്ങൾ ഫുഡ് കാണിച്ചേ. രാമേശ്വരത്ത് നിന്ന് മേടിച്ച മോതിരം. ഓ, കൊലുസ് എവിടെ? കൊലുസ് ഞങ്ങള് രാമേശ്വരത്ത് നിന്ന് വാങ്ങിച്ച കൊലുസാണ്. നിനക്ക് എന്തെങ്കിലും വാങ്ങിച്ചോടാ രാമേശ്വരത്തുനിന്ന്? മോതിരം മേടിച്ചു. ഞാനും മേടിച്ച ഒരു മോതിരം രാമേശ്വരത്തുനിന്ന്. ഞങ്ങൾ ധനുഷ്കോടി പോകുന്ന വഴിക്ക് ഇവിടുന്ന് ഭക്ഷണം കിട്ടുന്ന ഒരു കടയാണ്. അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഒന്നും കഴിക്കാൻ കിട്ടുമോ അറിയത്തില്ല. അതുകൊണ്ട് ഗോസ്റ്റ് ഐലൻഡ് അല്ലേ, ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോവാന്ന് വിചാരിച്ച് കയറിയതാണ്. കോതലരാമ ടെമ്പിളിൽ നിന്ന് നേരെ ഇങ്ങോട്ടാണ് വന്നത്. അവിടെ നിന്ന് നേരെ ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കാൻ കയറുമായിരുന്നു. കഴിച്ചിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. വൈകിട്ട് ധനുഷ്കോടി പോയി അവിടെ എല്ലാം കറങ്ങി തിരിച്ച് രാമേശ്വരം വന്ന് പഞ്ചാബിൽ പോകാനാണ് പ്ലാന്. അപ്പോ ധനുഷ്കോടിയിലെ കാഴ്ചകളും ബാക്കിയുള്ള കാഴ്ചകളും വേറൊരു വീഡിയോയിൽ പറയാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചാൽ അത് ഭയങ്കര ലെങ്തി വീഡിയോ ആയി മാറും. അതുകൊണ്ട് ഇന്നിവിടെ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ കാര്യം കൂടി ഒന്ന് കാണിച്ച് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിക്കും. ഇതാണ് ഞങ്ങൾ കഴിക്കാൻ ഇവിടെ നിർത്തിയ സ്ഥലത്തെ ഫുഡ്. വിശപ്പിന്റെ കൂടുതൽ കാരണം കഴിച്ചു തുടങ്ങി. ഫിഷ് കറി, ചോറും ഫിഷ് വറുത്തതും. ഇവിടുന്ന് ഈ കടലിൽ തന്നെ പിടിക്കുന്ന ഫിഷിനെ അവർ വറുത്ത് തരും ഫ്രഷായിട്ട്. പിന്നെ ഇനി ചെമ്മീനോട് പറഞ്ഞിട്ട് ചെമ്മീൻ. അതാണ് ഞങ്ങൾ കഴിക്കുന്ന ഫുഡ്. ഇത് കഴിച്ചിട്ട് ഞങ്ങൾ നേരെ ധനുഷ്കോടിക്ക് പോവാണ്. ചെമ്മീനും കൂടി പറയാൻ പറ്റും. നല്ല ചൂട്, നല്ല വിശപ്പായതുകൊണ്ട് ചൂടോടുകൂടി ഞാൻ കഴിച്ചു. ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രേ ഉള്ളൂ. ബാക്കി ഇന്നത്തെ ഞങ്ങളുടെ ധനുഷ്കോടി യാത്രയിലെ വിശേഷങ്ങളും ഇതിന് ശേഷം ഞങ്ങൾ 2-3 ദിവസത്തെ ട്രാവലുണ്ട്. ആ വിശേഷങ്ങളൊക്കെ വേറെ ഒരു വീഡിയോ ആയിട്ട് ഞങ്ങൾ പോസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഈ വീഡിയോ ഭയങ്കര ലെങ്തി ആയിട്ട് വരും. സോ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരേക്കും ബൈ.